ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരി കേസിൽ കുടുക്കി ജയിലിലടച്ചതിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. 72 ദിവസം കള്ളക്കേസിൽ ജയിലിൽ കിടന്ന ഒരു സ്ത്രീ അനുഭവിച്ച ദുരിതത്തിന് ആര് നഷ്ടപരിഹാരം നൽകുമെന്ന് കോടതി. വ്യാജ ആരോപണങ്ങൾ ഒരു ജീവിതം തന്നെ ഇല്ലാതാക്കും. കള്ളക്കേസിന്റെ സൂത്രധാരനായ നാരായണദാസ് 7 ദിവസത്തിനകം കീഴടങ്ങണം. കേസന്വേഷണം 3 മാസത്തിനകം പൂർത്തീകരിക്കണമെന്നും ഹൈക്കോടതി. ബിനിൽ നൽകും വിവരങ്ങൾ. ബിനിൽ, നീതി തേടിയുടെ ഷീല സണ്ണിയുടെ ഒരു പോരാട്ടം, അതിൽ ഹൈക്കോടതി എന്തൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബിനിൽ? പ്രജീഷ്, നമുക്ക് മറക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽപ്പെടുത്തിയത്. അതായത് കള്ളക്കേസിലാണ് അവരെ പെടുത്തി ഏതാണ്ട് 72 ദിവസത്തോളം അവരെ ജയിലിലടക്കുകയാണ് ചെയ്തത്. അത് പിന്നീടാണ് അത് അവരെ കുടുക്കാൻ വേണ്ടി ചെയ്ത ഒരു നാടകമാണ് എന്നത് മനസ്സിലാകുന്നത്. ആ കേസിൽ ഇപ്പോൾ ഇതിന്റെ സൂത്രധാരനായ നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി സുപ്രധാനമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് ഒരു സ്ത്രീയെ കള്ളക്കേസിൽ കുടുക്കി 72 ദിവസമാണ് ജയിലിലിട്ടത്. അവർക്ക് ആര് അവരുടെ കഷ്ടനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകും എന്ന ചോദ്യമാണ് കോടതി ഉയർത്തുന്നത്. ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ എന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മാരകമായ വിഷം ഉള്ള പ്രവൃത്തിയാണ് ഇത് എന്നും കോടതി വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് നാരായണദാസിന് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. 7 ദിവസത്തിനകം കീഴടങ്ങണമെന്നാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവ്. അതോടൊപ്പം തന്നെ ഈ കേസിലെ അന്വേഷണം പൂർത്തീകരിച്ച് 2 മാസത്തിനകം കുറ്റപത്രം നൽകണം. അങ്ങനെ കുറ്റപത്രം നൽകിയാൽ 4 മാസത്തിനകം അതിന്റെ വിചാരണ പൂർത്തീകരിക്കാനും ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ അവർക്ക് മതിയായ ശിക്ഷ ആണോ ഇപ്പോഴുള്ള നിയമപ്രകാരമുള്ളത് എന്നത് പാർലമെന്റ് പരിശോധിക്കണം എന്നുകൂടി ഹൈക്കോടതി പറയുകയാണ്. ഈ ഉത്തരവിന്റെ പകർപ്പ് കേന്ദ്ര സർക്കാരിന് കൈമാറാനും ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത്, അതായത് വ്യക്തമായ ഒരു സന്ദേശം കോടതി നൽകുന്നു. കാരണം ഈ ഷീല സണ്ണി ജയിലിൽ കിടന്ന കാലത്ത് അനുഭവിച്ച മാനസിക വ്യഥകൾ, സമൂഹത്തിൽ നിന്നൊക്കെ അടക്കം ഏൽക്കേണ്ടി വന്ന അത്തരം കൂരമ്പുകൾ, അതൊക്കെ നമ്മോട് മാതൃഭൂമി ന്യൂസിനോടൊക്കെ തന്നെ തുറന്നു പറഞ്ഞ കാലങ്ങൾ, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ നമുക്ക് മനസ്സിനെ വിഷമിപ്പിക്കുന്ന വാചകങ്ങളായിരുന്നു അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ കോടതിക്ക് കൂടി ബോധ്യപ്പെടുന്നു. മാത്രമല്ല ഇത്തരം കേസുകളിൽ കൂടി അതിൻ്റെ ശിക്ഷയടക്കം വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ ഒരു സന്ദേശം നൽകലല്ലേ? തീർച്ചയായും. കാരണം ഇത്തരത്തിലൊരു വ്യാജ ആരോപണം ഉണ്ടാക്കുക, കള്ളക്കേസിൽ പെടുത്തുക, അതിനൊക്കെ നിലവിലുള്ള ശിക്ഷ വളരെ പരിമിതമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളിൽപ്പെട്ട ജയിലിൽ പോകുന്നവരുടെ മാനസിക അവസ്ഥ, അവരുടെ ജീവിതം തന്നെ ഈ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ ഇല്ലാതാകുകയാണ് എന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ശിക്ഷ തന്നെ മതിയോ എന്നത് പരിശോധിക്കണമെന്നൊരു ആവശ്യം രാജ്യത്തെ പാർലമെന്റിന് മുന്നിൽ തന്നെ ഹൈക്കോടതി വെക്കുന്നത്. കാരണം അത് നിയമപരമായി പരിശോധിച്ച് ഈ ശിക്ഷകളുടെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാനുള്ള അന്തിമമായ അവകാശമുള്ള അധികാരമുള്ളത് പാർലമെന്റിനാണ്. അതുകൊണ്ടാണ് പാർലമെന്റ് ഇക്കാര്യം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷീല സണ്ണി തന്നെ അവർ അനുഭവിച്ച ദുരവസ്ഥ പുറത്തു വന്ന ഇതിനുശേഷം, അതായത് ജയിൽ മോചിതയായ ശേഷം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അവരെ ഈ കള്ളക്കേസിൽ കൊടുക്കാൻ നടത്തിയ ഗൂഢാലോചന, അതിന് പിന്നിലെ സൂത്രധാരൻ, അതൊക്കെയാണ് ഇനി കണ്ടെത്തേണ്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട റോളുള്ളയാളാണ് നാരായണദാസ് എന്നതാണ് ഈ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. നാരായണദാസ് ഇതാദ്യമായിട്ടല്ല ഒരു ക്രിമിനൽ കേസിൽ പെടുന്നത്. നേരത്തെ തൃപ്പൂണിത്തുറയിലെ ഒരു വ്യവസായിയെ DIGയുടെ വേഷമണിഞ്ഞു വന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് നാരായണദാസ്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാൾ കൂടിയാണ് നാരായണദാസ്. ആ നാരായണദാസിന്റെ ജാമ്യ ഹർജിയാണ് ഹൈക്കോടതി തള്ളി 7 ദിവസത്തിനകം കീഴടങ്ങാനുള്ള നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. ശരി, ബില്ലാണ് വിവരങ്ങൾ നൽകിയത്. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരി കേസിൽ കുടുക്കി ജയിലിലടച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. 72 ദിവസമുള്ള ജയിലിൽ കിടന്ന അവസ്ഥയിൽ ഒരു സ്ത്രീ അനുഭവിച്ച ദുരിതത്തിന് ആരാണ് നഷ്ടപരിഹാരം നൽകുക എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. കേന്ദ്ര സർക്കാരിന് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഇതിൻ്റെ ശിക്ഷ കടുപ്പിക്കുന്നതിലടക്കം ശ്രദ്ധ വേണം എന്ന കാര്യവും സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്.